ഇനിയുള്ളത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ഇവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. വ്യാഴം 9 ആണ് എന്നുള്ളത് കൊണ്ട് എല്ലാ മറ്റു ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റേ ഗുണം ഭാഗം അഥവാ ലക്ഷം ദോഷം ഗുരുഹന്തി എന്നൊക്കെ പറയും. ദോഷങ്ങളുണ്ടെങ്കിലും ഈ വ്യാഴത്തിൻ്റെ 9 സ്ഥിതി കൊണ്ട് അവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതുപോലെ തന്നെ ഉള്ള പ്രവർത്തന മണ്ഡലം വികസിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പഠനം പ്രൊജക്റ്റ് അവരവർ ചെയ്യുന്ന മേഖലയിൽ കൂടുതൽ പഠനവും പരിശീലനവും ഒക്കെ ചെയ്യാൻ ഉള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അവരവർ ജോലി ചെയ്യുന്ന മേഖലയിൽ മുന്നോട്ട് പോകാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കപ്പെടും. ധനപരമായിട്ട് ക്രമേണ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശ ബന്ധങ്ങളിൽ ഉള്ളവർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള കാലമാണ്. വിദേശത്തിൽ നിന്ന് ധനാഗമ മാർഗങ്ങൾ അത് കിട്ടാൻ, മുടങ്ങിക്കിടക്കുന്നവർക്കത് കിട്ടാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് നല്ല ബന്ധമാണ്. കുടുംബ ബന്ധങ്ങളിലൊക്കെ നല്ല ബന്ധം അപ്കീപ്പ് ചെയ്യാൻ സാധിക്കും. കുടുംബാന്തരീക്ഷവും പൊതുവെ മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ചില മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അവനവൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കും എന്നുള്ളത് കൊണ്ട് പൊതുവെ ആരോഗ്യം മെച്ചമാണ്. മറ്റ് ശാരീരിക രോഗങ്ങൾക്കോ ഒന്നും സാധ്യത കാണുന്നില്ല. ഇവർക്ക് സുബ്രഹ്മണ്യസ്വാമിയെ അഥവാ ദുർഗാദേവി ഈ ദേവതമാരുടെ മന്ത്രങ്ങൾ ജപിക്കുകയോ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ഒക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ നടത്തുക, അവിടെ ഇഷ്ടമായിട്ടുള്ള വഴിപാടുകൾ, കർപ്പൂരം മുതലായിട്ടുള്ളവ സമർപ്പിക്കുക ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകാൻ നല്ലതാണ്.